ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ SQ മിനിയേച്ചർ ആൻഡ് ക്രാഫ്റ്റ്സ്. 2024 കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത ഒരു മിനിയേച്ചർ വീടിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഈ വീടിൻ്റെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ. മിനിയേച്ചർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റാതിരുന്നത്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ദിവസങ്ങളാവട്ടെ ഈ ഒരു വർഷം. ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്ക് വീട് പണി തുടങ്ങിയാലോ? ആരും ഈ ഒരു വീഡിയോ പകുതിക്ക് കണ്ടുപോകരുത് കേട്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് മനസ്സിൽ. UK-യിലുള്ളൊരു വീടിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു UK-യിലുള്ളൊരു വീടിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കുന്നത്. പിന്നെയുള്ള സന്തോഷം എന്താ വെച്ചാൽ ഞാനിതുവരെ UK-യിൽ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് UK-യിലേക്ക് കൊടുത്തയക്കുകയാണ്. നമ്മുടെ വർക്ക് UK-യിലെത്താണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത് കാണുന്ന എല്ലാവരുടെയും എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ ഒരു വീടിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വരുന്നത് ഫോം ഷീറ്റാണ്. 4X ഷീറ്റ് എന്നൊക്കെ പറയും. അതും HP ഷീറ്റ്, അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ചാർജറിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ചാർജറിൻ്റെ കേബിള് കട്ട് ചെയ്തിട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും കാണണം. ഓരോ പോയിൻറ്റും എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓർഡർ തന്നിട്ടൊരു 1.5 വർഷത്തോളമായി വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കാതെ അങ്ങനെ നിന്ന്. പിന്നെ അവർ വന്നിട്ട് പിന്നെ കളക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അയക്കാനുള്ളത് കൊണ്ട് അയച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് ചെറിയൊരു മോഡലാണ് മതി എന്നാണ് പറഞ്ഞത്. ഒരു ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന മോഡൽ. അതുകൊണ്ട് അങ്ങനെ നിന്നതാണ്. പിന്നെ ആദ്യം ചെയ്തിരിക്കുന്നത് ബ്ലൂ പ്രിൻ്റ് വരച്ചുണ്ടാക്കിയാണ്. ചെറിയൊരു ബോക്സിൽ കൊള്ളുന്ന രീതിയിലുള്ള ബ്ലൂ പ്രിൻ്റ് വരച്ചിട്ട് എന്നിട്ടാണ് അതിലൊരു അതേ ഒരു അളവിലാണ് നമ്മൾ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ്. ഒരു ജസ്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ വരച്ചതാണ്. ഇതേ ഒരു സൈസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഫോം ഷീറ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി കംഫർട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ അതിൽ യൂസ് ചെയ്തത്. പിന്നെ നല്ല മെറ്റീരിയലാണ്. ബ്രിക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുകയാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മളതിൽ ബ്രിക്കിൻ്റെ മോഡൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചൊന്ന് എംബോസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെറിയ ഓവർ ഷാർപ്പല്ലാത്ത ചെറിയൊരു ടൂൾ വെച്ചിട്ട് ഞാനത് പ്ലക്കർ വെച്ചിട്ടാണ് ചെയ്തത്. മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ആ ബ്രിക്ക് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ എംബോസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നാം. അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞ ശേഷം പെയിൻറ്റിങ് ആണ്. റെഡ് അടിച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ജസ്റ്റ് ഒരു ഓറഞ്ച് അങ്ങനെയാണ് ഇത്. പിന്നെ മാർക്ക് ചെയ്ത് നമ്മൾ ബ്രിക്കിൻ്റെ ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ പോലെ കെട്ടിട്ട് ഒരു ഐവറി കളറാണ് വരുന്നത്. ഈ ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയും. ഓൾമോസ്റ്റ് ഒരു ഇതാണ് കളറാണ്. അപ്പോൾ അത് വെച്ച് ചെയ്തതാണ്. അതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ ഡോറിൻ്റെ ടോപ്പിൽ ഇതുപോലെ അങ്ങനെ ഒരു ഷേപ്പിലൊരു ഇത് വരുന്നുണ്ട്. അപ്പം അതും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഫോം ഷീറ്റാണ് ഒരു മെറ്റീരിയൽ. അതിൻ്റെ പുറത്തൊരു ഗ്രേ കളറാണ്. അതിലും ഇതുപോലെ പെയിൻറ്റ് വരുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ബ്രിക്കിൻ്റെ ഇതുപോലെ തന്നെ ജസ്റ്റ് ലൈന് മാർക്ക് ചെയ്തിട്ട് ഇട്ടാണ്. പിന്നെ വിൻഡോൻ്റെത് ഉണ്ടാക്കിയിരിക്കുന്നത് അതും ഫോം ഷീറ്റാണ്. പിന്നെ ഇതൊരു OHP ഷീറ്റല്ല, നമ്മളെ എന്താ പറയുക ഓഫീസിലൊക്കെ ഉണ്ടായിരുന്ന പ്രിൻ്ററിൻ്റെ ഇങ്ക് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഇങ്ക് ഫില്ല് ചെയ്യാൻ നമ്മൾ വാങ്ങിക്കും. അതിൻ്റെ പ്ലാസ്റ്റിക് കേസ് ഉണ്ടാവും, ഔട്ടർ കേസ്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് കളയാറാണ് ചെയ്യാറ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി തിക്നെസ് ഉണ്ട്. OHP ആകുമ്പോൾ ബെൻഡായി പോകാറുണ്ട്. ഒരു ചുളിവ് പോലെയൊക്കെ തോന്നും. ഇതാകുമ്പോൾ കുറച്ചും കൂടി തിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കിയതാണ്. 4 ഭാഗം ബാക്കിൽ
വീടിൻ്റെ ബാക്കിൽ ഈ ഒരു പോർഷനിൽ എങ്ങനെയാണ് വരുന്നത്. ഏകദേശം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. പിന്നെ അതുപോലെ പുറത്തേക്ക് എംബോസ് ചെയ്ത് നിൽക്കുന്ന പോലെ വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ അത് ആ സൈഡ് പോർഷനിൽ അങ്ങനെ ഉണ്ട്. ഇതാണ് പ്രിൻ്ററിൻ്റെ ഇങ്കിൻ്റെ കേസ്, ഔട്ടർ കേസ്. അപ്പം നമുക്ക് എന്ത് വേസ്റ്റ് മെറ്റീരിയലും ഒന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ്. മിനിയേച്ചർ ഉണ്ടാക്കുന്നവർക്ക് പല രീതിയിലായിട്ട് നമുക്ക് ഉപകാരപ്പെടും. അത് നല്ലൊരു കാര്യമായി. അപ്പോൾ ഇത് ടോപ്പിലുള്ള വിൻഡോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒട്ടിക്കാൻ ഗമ്മ യൂസ് ചെയ്തത് ഫ്ലക്സ് കിക്കും അതുപോലെ ഫെവി ബോണ്ടാണ്. ചില ഏരിയയിൽ നമ്മൾ ഫ്ലക്സ് കിക്ക് വെച്ചിട്ട് ഒട്ടിക്കുമ്പം അതിൽ ഗമ്മ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ആ ഒരു വൈറ്റ് കളറ് ഒരു സ്മോക്ക് പോലെ വരാറുണ്ട് ആ ഒരു ഗ്ലാസിൻ്റെ പോർഷനിൽ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ആ ചെയ്ത സമയത്ത് തന്നെ അതിൽ ജസ്റ്റ് ഒരു ഉപ്പ് വെള്ളം ഇട്ടിട്ട് നനച്ചിട്ട് ചെറുതാക്കിയിട്ട് ഉപ്പിലാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് പോവാണ് കളറാ ചെയ്യുക. ഇത് ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് ടൈലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്, പെയിൻറ്റ് ചെയ്തതാണ്. അതുപോലെ ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തതാണ്. പക്ഷെ എനിക്കൊരു അതിൽ ഒരു അബദ്ധം പറ്റി. എന്താ വെച്ചാൽ ഇതവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, അതിലുള്ള ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാകുന്ന രീതിയിൽ ചെയ്തതാണ്. ഞാനത് ടോപ്പ് പോർഷൻ അത് അങ്ങനെ ഗമ്മ വെച്ച് ഒട്ടിക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അബദ്ധത്തിൽ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഗമ്മ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് ഒട്ടി പിടിച്ച് പോയി. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അല്ലെങ്കിൽ അത് നമുക്ക് ടോപ്പ് ഊരിയിട്ട് അത് കാണാൻ പറ്റും. ആ രീതിയിലായിരുന്നു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലുള്ള സ്റ്റൂളാണ്, ചെയർ. അതിൽ ചെയർ ഫോം ഷീറ്റാണ്, ഫോറക്സ് ആണ്. അതിൻ്റെ ലെഗ് വരുന്നത് ലെഡാണ്, നമ്മൾ സോൾഡർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ലെഡ്. അതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ്സ് തന്നെയാണ്, വൈറ്റ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. രാത്രി ഇതുപോലെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ചെറിയൊരു ബാറ്ററിയിലാണ്, ബട്ടൺ സെല്ലിലാണ്, ചെറിയ ടൈപ്പ് ബാറ്ററിയിലാണ് കൊടുത്തിട്ടുള്ളത് കണക്ഷൻ. രാത്രിയിൽ കത്തുമ്പം ഇതുപോലെ ഉണ്ടാവും. ഡൈനിങ് ടേബിളിൻ്റെ പോർഷനും 2 ഓപ്പോസിറ്റ് ചെയർസാണ് അവിടെ ഒരു ഭാഗത്ത് വരുന്നത്. ഞാൻ ടോപ്പിൽ എന്തെങ്കിലും ജസ്റ്റ് ചെയ്ത് വെക്കാന്നുള്ള രീതിയിലാണ്. എന്തായാലും ഫോട്ടോയിൽ കണ്ടതാണ് അവർ തന്നെ. പിന്നെ അതുപോലെ സോഫേൻ്റെ മോഡലാണ് ചെയ്ത് വെച്ചത്. പിന്നെ അത്രത്തോളം ക്യാമറയും വിചാരിച്ച മാതിരി എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ മിനിയേച്ചർ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എടുക്കുന്നത്. സ്റ്റാൻഡിലൊന്നും വെച്ചെടുക്കാനുള്ളൊരു സൗകര്യം അങ്ങോട്ടില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ചെയ്തെടുത്താണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അവർക്ക് കൂടി പറയാണ്. ഇത് ഈ ഒരു വീഡിയോ എന്നല്ല, എല്ലാ വീഡിയോസും മിനിയേച്ചറായാലും എന്തായാലും ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്കായാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടതാണ്. ഇത് തന്നെ ഒരുപാട് വീഡിയോസ് ഉള്ളതാണ്. അത് കട്ട് ചെയ്തിട്ടാണ് ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് ചെറുതാക്കി ഷോർട്ടാക്കിയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണുന്ന ഒരു റിസൾട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു ഇതിലേക്ക് എത്തുമ്പം നിങ്ങളെ സപ്പോർട്ടും കൂടെ തന്നെ ഉണ്ടാവണം. എന്നാലേ ഞങ്ങൾക്ക് അതുപോലെ തന്നെ അടുത്ത വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ മുന്നോട്ട് നല്ല നല്ല വർക്കുകൾ ചെയ്യാനും തോന്നുള്ളൂ. എല്ലാത്തിനും വേണ്ടത് സപ്പോർട്ടാണ്. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയിട്ട് നമ്മളൊരു ഒരു മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡലൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ചാർജർ. ചെറിയൊരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കേബിള് വർക്ക് ചെയ്യാത്തൊരു മോഡൽ ചാർജറാണ്. അത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വരുന്നുണ്ട്, ചെറിയൊരു പൈപ്പിൻ്റെ കണക്ഷൻ പോലെ. അപ്പോൾ അതിൻ്റെ ഒരു ജോയിൻ്റ് പോലെ വേറെ ഒരു പീസ് വരുന്നുണ്ട്, അതും കാണിക്കുന്നുണ്ട്. അത് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്.
ബെൻഡാക്കിയിട്ട് എടുക്കുന്ന മാതിരി ആണ് അത്. അത്രയും ചെറിയൊരു പോർഷനാണ്, കൈകൊണ്ട് അങ്ങനെ വിചാരിച്ച മാതിരി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല. അത് വളരെ ചെറിയൊരു സംഭവമാണ്. ഇതിന് മെയിനായിട്ട് വേണ്ട കാര്യം മിനിയേച്ചറിൻ്റെ കാര്യത്തിൽ നല്ല ക്ഷമ വേണം എന്നുള്ളതാണ്. നമ്മളത് ഈ ഒരു പോർഷനാണേലും നമ്മളത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വിചാരിച്ചതുപോലെ തന്നെ ആയിക്കൊള്ളുന്നില്ല. അതിൻ്റേതായിട്ടുള്ള സമയമെടുത്തും നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്ത് തന്നെ പിന്നെയും റിപ്പീറ്റായിട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അപ്പോഴായിരിക്കും ശരിയാവുക. ഇത് ഒരു ലൈറ്റിൻ്റെ പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചത്. ആദ്യം ചെയ്തപ്പോൾ അതുപോലെ വോള് അതുപോലെ ഫെൻസൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സെപ്പറേറ്റ് ഇത് കൊടുക്കാൻ സമയത്ത് സെപ്പറേറ്റ് ഉണ്ടാക്കിയാണ്. അതുപോലെ ഇത് ചെറിയൊരു മാറ്റാണ്, ഫ്രണ്ടിലുള്ള ഒരു മാറ്റാണ്. അവർ തന്നൊരു പിക്ചറിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോം ഷീറ്റാണ് കട്ട് ചെയ്തിട്ട് വളരെ നൈസായി 2mm ആയിരുന്നു, അതൊരു നൈസാക്കിയിട്ടാണ് അതിൽ പെയിൻറ്റ് ചെയ്തിട്ട് ചെയ്ത് വെച്ചാണ്. അതിൻ്റെ ആ ഡോറിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കണക്കാക്കിയിട്ട് ചെറിയൊരു ഇതിൽ ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ചൊക്കെ ഒന്ന് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. ഇതിന് തന്നെ സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വീടിൻ്റെ ഒരു പോർഷനിൽ സൈഡിലൊന്നും അതുപോലെ ഒരു ഫെൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം അത് കൊടുത്തപ്പോൾ 1.5 വർഷത്തോളമായിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അവർ വരാനുള്ളതും എത്തിയിട്ട് പോകുമ്പം പിന്നെ കളക്ട് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ രണ്ടാമതൊന്ന് ടച്ച് ചെയ്തതാണ്. ആ ടച്ച് ചെയ്ത സമയത്ത് ഇതുപോലെ വോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. ഫസ്റ്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്നത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കൊണ്ടുവരാനൊക്കെ ആയിരുന്നു. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നീട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇത് ഈ ഒരു ബോക്സിലേക്ക് കൊള്ളുന്ന രീതിയിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഔട്ടർ അടക്കം. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വീട്, UK-യിലുള്ള വീട്. അങ്ങനെ കേരളത്തിൽ നിന്ന് നമ്മുടെ വീട് UK-യിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. UK-യിലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിലും നമ്മുടെ വർക്ക് അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കൂടെ തന്നെ നിൽക്കണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ.